ലോകത്തിലെ പല രാജ്യങ്ങളിലും ദയാവധം നിയമപരമായിട്ട് അനുവദനീയമാണ്. ദയാവധം എന്ന് പറയുന്നത് വളരെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത രീതിയിൽ മരണാസന്നരായി കിടക്കുന്ന ആൾക്കാർക്കാണ് ദയാവധം എല്ലാ രാജ്യങ്ങളിലും അനുവദിച്ചിരിക്കുന്നത്. അല്ലാതെ ആർക്കും ദയാവധം കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ, അതിൽ ലക്സംബർഗ്, ബെൽജിയം, അതുപോലെ നെതർലാൻഡ്സ് പോലുള്ള രാജ്യങ്ങൾ, അതുപോലെ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഈ രാജ്യങ്ങളിലെല്ലാം ദയാവധം അനുവദനീയമാണ്. ഇന്ത്യയിൽ ദയാവധം അനുവദനീയമല്ല ഇതുവരെയും. പക്ഷേ സുപ്രീം കോടതി ഇപ്പോൾ ഒരു കേസ് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇന്ത്യ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ദയാവധം കൊടുക്കുന്നതിനെ കുറിച്ച് പരിഗണിക്കണം, അതിനുവേണ്ടിയുള്ള നിയമം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പരിഗണിക്കണമെന്ന്. ഭാവിയിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ദയാവധം വന്നേക്കാം. പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ദയാവധം മനുഷ്യർക്ക് കൊടുക്കാൻ പോകുന്ന ദയാവധത്തിനെ കുറിച്ചല്ല. ഇന്ത്യയിൽ ദയാവധം ആനകൾക്ക് വരാൻ പോവുകയാണ്. നാട്ടാന പരിപാലന നിയമത്തിലെ പുതിയ കരടിലാണ് അത് ഉള്ളത്. പക്ഷേ ഏത് നാട്ടാനയ്ക്കും കയറി ദയാവധം കൊടുക്കാൻ പറ്റൂല. അപകടത്തിൽ പരിക്ക് പറ്റിയ ആനകൾ, പ്രായാധിക്യം മൂലം കഷ്ടപ്പെടുന്ന ആനകൾ, അതുപോലെ എന്തെങ്കിലും അസുഖം വന്ന് ഭേദമാകില്ല എന്നുറപ്പുള്ള ആനകൾ, ഇവർക്കൊക്കെ വേണമെങ്കിൽ ദയാവധം കൊടുക്കാമെന്നാണ് പുതിയ നാട്ടാന പരിപാലന നിയമത്തിലെ കരട് റിപ്പോർട്ടിൽ പറഞ്ഞത്. കരടേ ആയിട്ടുള്ള യഥാർത്ഥ നിയമം ആയിട്ടില്ല. പക്ഷേ വെറുതെ അങ്ങ് ദയാവധം കൊടുക്കാൻ പറ്റില്ല. 2 വിദഗ്ധരായ ഡോക്ടർമാർ, സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രുവൽറ്റി ടു അനിമൽസ്, ആനിമൽ വെൽഫെയർ ബോർഡ്, ഇവയിലെ ഓരോ അംഗങ്ങൾ, ഇവരെല്ലാം ചേർന്ന് 4 പേര് ചേർന്നൊരു സമിതി പരിശോധിച്ച് തീരുമാനം പറഞ്ഞതിന് ശേഷം മാത്രമേ ദയാവധം കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതിയാണ് ആദ്യം വേണ്ടത്. അത്തരം സന്ദർഭങ്ങളിൽ ഇവരുടെ എല്ലാ അനുമതിയോടുകൂടി നാട്ടാനകൾക്ക് ദയാവധം കൊടുക്കാവുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ വരാൻ പോവുകയാണ്.